dear ones, welcome to Exam Point. We are going to study Unit 2 Still We Rise. Still We Rise എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? എന്നിട്ടും ഞങ്ങൾ ഉയരും. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഈ യൂണിറ്റിൽ സ്ത്രീകളെ കുറിച്ചാണ്. സ്ത്രീകൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും പറയുന്നത്. സോ ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് വെച്ചാൽ കുറേ കാലമായി അടിച്ചമർത്തപ്പെട്ട് വരുന്ന അവരെ ഒന്ന് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ സംവരണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അല്ലാതെ അവരോടൊരു പാർഷ്യാലിറ്റി ഒന്നും കാണിക്കണമല്ലോ കേട്ടോ. അല്ലെങ്കിൽ ബോയ്സിനൊരു ചോദ്യം വരാലോ, ഞങ്ങളെക്കുറിച്ച് ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലേ, നിങ്ങൾ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമുള്ള എന്ന് ചോദിക്കുന്ന ആ ഡൗട്ടാണ് മിസ് ഇവിടെ ക്ലിയർ ചെയ്തത്. സോ നമുക്കും ജെൻഡർ ഈക്വാലിറ്റി അത് എല്ലാ കാര്യത്തിലും വേണം എന്ന് പറഞ്ഞ് ഒരിക്കലും ബോയ്സിനെ പോലെ ആവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരേക്കാളും ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവരുടേതായ ഐഡന്റിഫിക്കേഷൻ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഐഡന്റിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആരെയും പോലെ ആവാൻ ശ്രമിക്കേണ്ട. സോ നമുക്ക് കാണാം ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ലുക്ക് അറ്റ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൻ ബിലോ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. 10-year-old girl dies of torture by stepmother. എന്താണ് ന്യൂസ്? നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്, ചെറിയ ഇൻസിഡൻസ് എല്ലാം കേട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇത് 10-year-old girl 10 വയസ്സുള്ള പെൺകുട്ടി രണ്ടാനമ്മയുടെ പീഡനം കാരണം മരിച്ചു എന്നാണ് ഹെഡ്ലൈൻ. ലക്നൗ, ഇവിടെ എല്ലാം ലക്നൌവിലാണ്. A 10-year-old girl surrendered to death at Medical College Hospital here on Thursday on being tortured by her stepmother. രണ്ടാനമ്മയുടെ പീഡനം കാരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി 10 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു എന്നാണ് ന്യൂസ്. According to the police, the deceased is Salaka. Deceased എന്നാണ് മരിച്ച പെൺകുട്ടി അല്ലേ, സലാഖ എന്നാണ് പേര്. ഡോട്ടർ ഓഫ് അരവിന്ദ് ഇന്ദിരാനഗർ, ലക്നൗ. അപ്പോൾ അരവിന്ദിന്റെ മോളാണ്. എന്താണ് നിങ്ങളുടെ സെയിം ഏജ് ആണ്. സലാക്ക വാസ് എ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 6 ഓഫ് ഗവൺമെന്റ് ഹൈസ്കൂൾ അറ്റ് ഇന്ദിരാനഗർ. അപ്പോൾ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സലാക്ക. ഷി വാസ് അഡ്മിറ്റഡ് വിത്ത് സീരിയസ് ഇഞ്ചറീസ് ടു എ ഹോസ്പിറ്റൽ ഇൻ ദ സിറ്റി അറൌണ്ട് 6 PM ഓൺ തേഴ്സ്ഡേ. ഒരു വ്യാഴാഴ്ച 6 മണിക്ക് ആണ് കുട്ടിയെ കുറേ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട്, കുറേ മുറിവുകളും ചതവുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതും. The doctors who found the parents' explanation unsatisfactory informed the police. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ്മാർ ഈ മുറിവ് പ്രശ്നങ്ങളൊക്കെ പാടുകളൊക്കെ എങ്ങനെ വന്നെന്നുള്ള പാരൻസിനോട് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം തൃപ്തികരമല്ലാതെ ആയതുകൊണ്ടിട്ടാണ് അവർ പോലീസിനെ അറിയിച്ചു. Later she was shifted to the Medical College Hospital where she died around 11 PM. പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. പിന്നെന്താണ് 11 മണിയായപ്പോൾ കുട്ടി മരിച്ചു. Preliminary medical reports confirmed that the girl had undergone extreme physical torture which resulted in her death. അതായത് അത്രയും ഗുരുതരമായ ശാരീരിക പീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. There were several marks on her body. കുറേ പാടുകളൊക്കെ ഉണ്ടായിരുന്നു ശരീരത്തിൽ. Local residents said that they had informed Childline Activities about the incident. Childline Activities-നോട് പറഞ്ഞു എന്നാണ് ലോക്കൽ റെസിഡൻസ് ഉള്ളവർ പറയുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. വാട്ട് ഇസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? ആ ന്യൂസ് റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണ്? ദ ന്യൂസ് ഇസ് അബൌട്ട് ദ ഡെത്ത് ഓഫ് എ 10-year-old ഗേൾ. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണമാണ് ന്യൂസ് റിപ്പോർട്ട്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ഗേൾസ് ഡെത്ത്? പെൺകുട്ടിയുടെ മരണത്തിന്റെ കാരണം എന്താണ്? ദ റീസൺ ഫോർ ദ ഗേൾസ് ഡെത്ത് ഇസ് എ ടോർച്ചർ ബൈ എ സ്റ്റെപ്പ് മദർ. ശാരീരിക പീഡനം അല്ല ടോർച്ചർ, പീഡനം കൊണ്ട്, രണ്ടാനമ്മയുടെ പീഡനം കൊണ്ടാണ് പെൺകുട്ടിയുടെ മരണം അല്ലേ, അതാണല്ലോ കാരണം. What would you do if such a thing happened in your locality? I would inform the Childline Activists and the police if such a thing happened in the locality. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം പറഞ്ഞത്? നമ്മൾ ചൈൽഡ് ആക്ടിവിസ്റ്റിനെയും പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്യും. ഹാവ് യു എവർ കം അക്രോസ് സച്ച് ഇൻസിഡൻസ് ഇൻ യുവർ ലൈഫ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡൻസ് നേരിട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. യെസ്, ഐ ഹാവ് കം അക്രോസ് സച്ച് ഇൻസിഡൻസ് ഇൻ മൈ ലൈഫ്. In my neighborhood, a stepmother hit a girl of 12 on her head with a hammer and the girl died on the spot. The stepmother is in jail. അപ്പോൾ ഇവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഇത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്ത് എഴുതിയേക്കുന്ന ഉത്തരമാണ്. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാം, കാരണം ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ രണ്ടാനമ്മ കൊന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 1 സിൻഡ്രല്ലയാണ്. സിൻഡ്രല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ രാത്രി കാലങ്ങളിലോ എപ്പോഴെങ്കിലും ആയിട്ട് മുത്തശ്ശിമാരോ അമ്മൂമ്മമാരോ അതോ നിങ്ങളുടെ അമ്മ തന്നെയോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള മനോഹരമായ കഥകളിൽ ഒന്നാവാൻ സാധ്യതയുള്ള ഒരു കഥയാണ് സിൻഡ്രല്ല എന്ന് പറയുമ്പോൾ. സിൻഡ്രല്ല എന്ന് പറയുമ്പോൾ ആ കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് സങ്കടങ്ങളുണ്ട്, പിന്നെ ഒരു പ്രതീക്ഷയുണ്ട്, പിന്നെ ഒരു ഹാപ്പി എൻഡിങ് ഉണ്ട്, കുറേ
കുറച്ച് ദുഷ്ടത്തരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ക്രൂവാലിറ്റി ഓഫ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കണ്ട റിപ്പോർട്ടുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു കഥയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ആരും മരിക്കുന്നില്ല എന്നതാണ് ഒരു ഡിഫറൻസ്, മനസ്സിലായാലും. അപ്പോൾ ഈ കഥ കേൾക്കാത്തവർക്കായിട്ട്, കേട്ടാലും നിങ്ങളൊന്നും കൂടെ നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സാക്കും കഥ ഒന്നും കൂടി പറഞ്ഞു തരുവാണ്. കേൾക്കാത്തവർ ശ്രദ്ധിച്ചിരിക്കുക, കേട്ടവരും ശ്രദ്ധിച്ചിരിക്കുക. കാരണം അതിമനോഹരമായൊരു കഥയാണ്. കഥകൾ പലവട്ടം കേട്ടാലും നമുക്ക് ബോറടിക്കില്ല എന്നാണ്, അത്രയും മനോഹരമാണെന്നുണ്ടെങ്കിൽ ഇല്ലേ. ചില കഥകൾ നമുക്ക് ഒറ്റ പ്രാവശ്യം കേട്ടാൽ എങ്ങനെയെങ്കിലും തീർന്നാൽ മതി. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ കഥ എന്ന് പറയുന്നത് അതിമനോഹരമാണ് അല്ലേ. അപ്പൊ നമുക്ക് ആ കഥ എന്താന്ന് നോക്കിയാലോ. ഹൂ ഡസ് ഓൾ ദ വർക്ക് അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിൽ ആരാണ് പണിയൊക്കെ എടുക്കണേ? ആരാ എടുക്കണേ? നിങ്ങളാണോ? വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു യു ഡു? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. ചിലപ്പോൾ ചെടിയൊക്കെ നനക്കുന്ന കുട്ടികളുണ്ടാവും, ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ. അല്ലെങ്കിൽ അമ്മനെ സഹായിച്ചു കൊടുക്കും, മറ്റേ ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊളിച്ചൊക്കെ കൊടുത്ത് പീൽ ചെയ്യാനൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്യാട്ടോ. ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു ഡു ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക് എലോൺ. നിങ്ങൾ ഒറ്റക്ക് നിങ്ങളുടെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6 അല്ലേ. 6 പഠിക്കണം. നിങ്ങൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം രാവിലെ എനിക്ക് ചായ വെക്കണം, ബ്രേക്ക്ഫാസ്റ്റ്, കഞ്ഞി, ചോറ്, കറി, അങ്ങനെ എന്തോരം പണിയുണ്ട്. പിന്നെ വീടടിച്ചിടണം, മുറ്റടിച്ചിടണം, അങ്ങനെയുള്ള വേറെ പണികൾ വേറെ അല്ലേ. അപ്പം ഇഷ്ടം പോലെ പണി അല്ലേ എൻ്റെ വീട്ടിൽ. ഒരു ദിവസത്തെ പണി എന്ന് പറയുന്നത് തന്നെ അൺലിമിറ്റഡ് ആണ് ശരിക്കും. പിന്നെ വെള്ളം തിളപ്പിക്കണം, വെള്ളം എടുത്ത് വെക്കണം, വെള്ളം കുടിക്കാൻ കൊടുക്കണം, ചോദിക്കുമ്പോൾ അനുസരിച്ച് കൊടുക്കണം, അങ്ങനെ. സോ ഇറ്റ്സ് ജസ്റ്റ് എ അൺലിമിറ്റഡ് വർക്ക് ആക്ച്വലി. അതിനൊരു ഇത്ര ജോലി ചെയ്താൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റാത്ത ഒരു പണിയാണ് നമ്മുടെ വീട്ടിലെ പണി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അമ്മമാർ ചെയ്യുന്ന പണി അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒറ്റക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റോ? ഇല്ലല്ലോ. ഹൗ വിൽ ഇറ്റ് ബി? ബുദ്ധിമുട്ടായിരിക്കും. Or try to think of such a girl who does all domestic work without having proper food and clothing. നല്ല ഡ്രസ്സുകളോ മര്യാദക്കുള്ള ഭക്ഷണവും ഇല്ലാതെ ഇതൊക്കെ ഒറ്റക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ എന്ത് നരകമായിരിക്കും അല്ലേ. റീഡ് ദ സ്റ്റോറി ഓഫ് സച്ച് എ ഗേൾ. നമുക്ക് അതുപോലെ ഒരു പെൺകുട്ടിയുടെ കഥ വായിക്കാം. ദ സിൻഡർ ഗേൾ. ഈ പേരിന് തന്നെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. സിൻഡർ ഗേൾ. സിൻഡർ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? സിൻഡർ എന്ന് പറയുമ്പോൾ എന്താ? കത്തി തീരാറായ, കത്തി കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പോകാത്ത മരക്കഷ്ണത്തിനെയോ കോളിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? സിൻഡർ എന്ന് പറയുന്നത്. അതായത് സിൻഡറും ആഷും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആഷ് എന്താണ്? ചാരം അല്ലേ. സിൻഡറും ആഷും ഡിഫറെൻ്റ് ആണ്. ആഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഒരു മരം കത്തിയിട്ട് അത് കംപ്ലീറ്റ്ലി കത്തി കഴിയുമ്പോൾ ഉണ്ടാവണതാണ്. അപ്പം നമ്മളുടെ ഇവിടെ ഈ സിൻഡറിൻ്റെ ആവശ്യമൊന്നും അധികം വരാറില്ല. കാരണം നമ്മളിവിടെ അധികം തണുപ്പ് നേരിടുന്നവരല്ല. പക്ഷെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ന് പറയുമ്പോൾ ഇഷ്ടം ഭയങ്കര തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് ഈ സിൻഡറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പെൺകുട്ടിയെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ദ സിൻഡർ ഗേൾ എന്നാണ്. Once upon a time there was a rich man who lived happily with his wife and daughter. എന്താണ്? പണ്ടൊരു സമയത്ത് ആരുണ്ടായിരുന്നു? ഒരു റിച്ച് മാൻ, ഒരു ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയും മോളൊത്ത് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. One day his wife fell sick. ഒരു ദിവസം അയാളുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നു, പാടില്ലാണ്ടായി. When she felt that her end was drawing near, she called her only daughter nearer and said, "Dear child, be good and pious, and God will always take care of you." എന്താണ്? അപ്പോൾ പാടില്ലാണ്ടായി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും. ഞാൻ ഉദ്ദേശിക്കുന്ന പാടില്ലാണ്ട് കിടക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ സമയം അടുത്തു, നമ്മൾ മരിക്കാറായി എന്നൊരു നമുക്കൊരു എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ ഇതുപോലെ ആ അമ്മക്കും ആ ഒരു ഫീലിംഗ് വരുമ്പോൾ ആ അമ്മയുടെ ഒരേ ഒരു മകളെ അടുത്ത് വിളിച്ചിട്ട് അമ്മ എന്താ പറയുന്നത്? ഡിയർ ചൈൽഡ്, പ്രിയപ്പെട്ട മോളെ, ബി ഗുഡ് ആൻഡ് പയസ്, നല്ല സ്വഭാവം. പയസ് എന്ന് പറയുമ്പോൾ ഈ പയസ് എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല ഭക്തിയുള്ള, അതായത് ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം. ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിനെ ദൈവം എപ്പോഴും കാത്തോളും. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ. ഞാൻ എവിടെ നിന്ന് നോക്കാന്നാ പറയുന്നത്? ഞാൻ സ്വർഗത്തിൽ നിന്ന് നിന്നെ നോക്കിക്കോളാം. ആൻഡ് ഐ വിൽ ബി വിത്ത് യു. സ്വർഗത്തിൽ നിന്ന് ഞാൻ എന്നും കൂടെ ഉണ്ടാകും എന്നാണ് ആ അമ്മ പറയുന്നത്. അപ്പോൾ ഈ മരിക്കാൻ കിടക്കുന്ന സമയത്തും അമ്മയ്ക്ക് ആകെയുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? സ്വന്തം മോളെ കുറിച്ചിട്ടാണ്. അതാണ് നമ്മുടെ നായിക. ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹർ ഐസ് ഫോർ എവർ. അപ്പൊ ഇത്രയും പറഞ്ഞ ശേഷം അവരവരുടെ കണ്ണുകൾ എന്നേക്കുമായി അടച്ചു എന്ന് പറയുമ്പോൾ മരിച്ചു എന്നാണ് അർത്ഥം അല്ലേ.
The maiden went every day to her mother's grave and wept and remained pious and good. മെയ്ഡൻ എന്ന് പറയുമ്പോൾ കന്യക, മീൻസ് ആ പ്രായമാണല്ലോ. അപ്പോൾ എല്ലാ ദിവസവും അമ്മയുടെ കുഴിക്കരികിൽ പോയിട്ട്, അമ്മയുടെ കുഴിമാടത്തിൽ പോയിട്ട് കരയുകയും അവിടെ എപ്പോഴും കരയുകയും ചെയ്യും. എന്നിട്ട് എന്താണ്, നല്ലതായിരിക്കാൻ, അമ്മ പറഞ്ഞ പോലെ നല്ലതും പയസുമായിരിക്കാൻ, ഭക്തിയുള്ള പെൺകുട്ടി ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. When winter came, the snow covered the grave with a white covering. ഞാൻ പറഞ്ഞില്ലേ, കഥ നടക്കുന്നത് നമ്മുടെ ഇവിടെ അല്ല. നമ്മുടെ ഇവിടെ ഒരിക്കലും മഞ്ഞ് വന്ന് മൂടി ഈ ഗ്രേവ് കാണാതിരിക്കുക, കുഴിമാടം കാണാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരാറില്ല. അപ്പോൾ വിന്റർ സീസൺ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, കുഴിമാടം വെള്ള പൊതിഞ്ഞു അല്ലേ, മഞ്ഞ് വീഴുവല്ലേ. Then the sun came in the early spring and melted it. പിന്നെ വിന്റർ സീസൺ കഴിഞ്ഞപ്പോൾ സമ്മർ സീസൺ വന്നു കഴിഞ്ഞപ്പോൾ സൺ വന്ന് ഇതൊക്കെ മെൽറ്റ് ചെയ്തു, പിന്നെയും എല്ലാം കാണാൻ പറ്റും. Soon Cinderella's father married again. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ, കുറേ നാളല്ല പെട്ടെന്ന് തന്നെ സിൻഡ്രല്ലയുടെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു. The new wife was a proud and unkind woman. ഭയങ്കര അഭിമാനിയും എന്നാൽ അതേസമയം ഒട്ടും ദയയില്ലാത്ത ഒരു പെണ്ണായിരുന്നു സിൻഡ്രല്ലയുടെ അച്ഛൻ കല്യാണം കഴിച്ച പെണ്ണ്. ഓക്കെ അല്ലേ? കല്യാണം കഴിച്ച പടം നമുക്ക് മീൻസ് അമ്മൻ്റെ ഫോട്ടോ കാണാം. The new wife brought her 2 daughters along with her. അപ്പോൾ ഈ ന്യൂ മദറിന് അല്ലെങ്കിൽ ന്യൂ വൈഫിന് ഓൾറെഡി 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവും മരിച്ചു പോയതാണ്. അപ്പോൾ ഇപ്പം മൊത്തം എത്ര പെൺകുട്ടികളായി? 3 പെൺകുട്ടികളായി. ഓക്കെ, കാരണം സിൻഡ്രല്ലയുടെ അച്ഛന് ഒരു മോള്, അത് സിൻഡ്രല്ല. ഇനി സിൻഡ്രല്ലയുടെ അച്ഛൻ ഇപ്പം കല്യാണം കഴിച്ച പെണ്ണിന് അല്ലെങ്കിൽ വൈഫിന് 2 മക്കള് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ 2 മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. Though they were beautiful and fair in appearance, at heart they were wicked and ugly. കാണുമ്പോൾ അവർ ഭയങ്കര വെളുത്തതും സുന്ദരിയൊക്കെ ആയിരുന്നെങ്കിലും ഹൃദയം കൊണ്ട് അവർ ഭയങ്കര വൃത്തികെട്ടത്, വിരൂപിയായിരുന്നു. അഗ്ലി എന്ന് പറയുമ്പോൾ ഹൃദയം ഭയങ്കര വിരൂപമായിരിക്കും എന്ന് പറയുമ്പോൾ അത്രയും കൊള്ളൂലാത്ത സ്വഭാവം എന്നതാണ് ഓദർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രൂരയും വിക്കടും ഭയങ്കര കൗശലവും ഭയങ്കര വൃത്തികെട്ട ഒരു മനസ്സുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. And then began the evil times for the poor girl. അതിന് ശേഷം, അതായത് ആ 2ാം അമ്മനെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ആരുടെ ബാഡ് സമയം തുടങ്ങി എന്നാ പറയുന്നത്? ബാഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഈവിൾ ടൈംസ് ഫോർ ദ പുവർ ഗേൾ. Is the stupid creature to sit in the same room with us? Asked they. ഈ വിഡ്ഢിയായ പെൺകുട്ടി എന്നല്ല, ജീവി നമ്മുടെ കൂടെയാണോ ഇരിക്കാൻ പോണേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സിൻഡ്രല്ലയുടെ അച്ഛനാണ് ധനവാൻ. സിൻഡ്രല്ലയുടെ അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സിൻഡ്രല്ലയുടെ അമ്മയും 2 പെൺകുട്ടികളും സിൻഡ്രല്ലനോട് സ്റ്റാർട്ടിങ് തന്നെ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. Those who ate food must earn it. She is nothing but a kitchen maid. ഫുഡ് കഴിക്കുന്നവർ അത് ഉണ്ടാക്കിയിട്ടായിരിക്കണം കഴിക്കണേന്ന്. അതായത് നമ്മൾ അത് ഫുഡ് കഴിക്കാനുള്ളൊരു യോഗ്യത നമുക്ക് വേണമെന്ന്. ഇവിടെ ഇവർക്ക് എന്താണ് യോഗ്യതയെന്ന് കഥയിൽ ചോദ്യമില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയണത്, അവള് ഒന്നുമല്ല, അവളൊരു വീട്ടിലെ വേലക്കാരത്തി, ഒരു കിച്ചൺ മെയ്ഡ് എന്ന് പറയുമ്പോൾ അടുക്കളക്കാരിയാണ് എന്നാണ് അവർ പറയുന്നത്. They took away her pretty dresses and forced her to put an old grey one. എന്താണ് സിൻഡ്രല്ലക്ക് എന്തായാലും അതിമനോഹരമായ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അച്ഛൻ ധനവാനല്ലേ, അപ്പോൾ എന്തായാലും മോക്ക് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ തിരിച്ചു വാങ്ങിയിട്ട് സിൻഡ്രല്ലനെ നിർബന്ധിച്ചു. എന്തിടാനാണ് നിർബന്ധിച്ചത്? ടു പുട്ട് ഓൺ ആൻ ഓൾഡ് ഗ്രേ വൺ, ഒരു പഴയ ഒരു ചാര കളറിലുള്ള ഡ്രസ്സ് കൊടുക്കാൻ നിർബന്ധിച്ചു. They also gave her wooden shoes to wear. മരത്തിൻ്റെ ഷൂസാണ് കൊടുത്തത്. കാരണം അവിടെയൊക്കെ ഷൂസൊക്കെ വേണം. കാരണം എന്താണ്, വിന്റർ സീസണൊക്കെ വരുമ്പോൾ തണുത്ത് മരവിച്ച് പോകുമല്ലോ, അപ്പോൾ അവിടെ ഷൂസൊക്കെ വേണം. The step sisters laughed at her and sent her to the kitchen. അത് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, 2ാം നമ്മുടെ മക്കളെ നമ്മൾ സ്റ്റെപ്പ് സിസ്റ്ററും അങ്ങനെയാണ് പറയുന്നത്, സ്റ്റെപ്പ് ബ്രദർ എന്നേ പറയുള്ളൂ, ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന് പറയില്ല. അപ്പോൾ എന്താണ്, ഇവർ 2 പേരും ഇതൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ കളിയാക്കി ചിരിക്കുമല്ലോ, ഒബിയസ്ലി കളിയാക്കി ചിരിച്ചു കഴിഞ്ഞിട്ട് അവളെ കിച്ചണിലോട്ട് പറഞ്ഞു വിട്ടു. There she was made to do heavy work from morning to night. Get up early in the morning, draw water, make the fire, cook and wash. അവിടെ രാവിലെ തുടങ്ങി രാത്രി വരെ എല്ലാ ബുദ്ധിമുട്ടുള്ള ജോലികളും സിൻഡ്രല്ല കൊണ്ടാണ് അവർ ചെയ്യിപ്പിച്ചിരുന്നത്. അതിൽ ചില വർക്കാണ് ഇവിടെ പറയുന്നത്. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, രാവിലെ നേരത്തെ എണീക്കണം, വെള്ളം എടുക്കണം, ഡ്രോ വാട്ടർ, മേക്ക് ദ ഫയർ, പിന്നെന്താണ്, തീ കത്തിക്കണം. അവിടെ മേക്ക് ദ ഫയർ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റേ തണുപ്പായത് കൊണ്ടിട്ട് ഫയർ എപ്പോഴും കത്തിച്ച് വയ്ക്കും. കുക്ക് ആൻഡ് വാഷ്, കുക്കിംഗ് ചെയ്യണം, വാഷിംഗ് ചെയ്യണം. അങ്ങനെ സകലമാന പണികളും, എല്ലാ പണികളും ആരാണ് ചെയ്യേണ്ടി വരുന്നത്?
സിൻഡ്രല്ലയാണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഓൾറെഡി ആ വീട്ടിൽ 4 പെണ്ണുങ്ങളുണ്ട്, പക്ഷെ ഒരൊറ്റ പെണ്ണാണ് എല്ലാവർക്കും വേണ്ടി പണിയെടുക്കാൻ ഉള്ളത് അല്ലേ. അതാണ് നമ്മുടെ സിൻഡ്രല്ല. ഇൻ ദ ഈവനിങ്സ് ഷി വാസ് ക്വയറ്റ് ടയർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. ഇത്രയും പണിയെടുത്ത് വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, വൈകുന്നേരം ആകുമ്പോൾക്കും സിൻഡ്രല്ല ഭയങ്കര ടയേർഡ് ആവും. As she had no bed to lie upon, she had to rest on the hearth among the cinders. അപ്പോൾ ഒബ്വിയസ്ലി ഡ്രസ്സില്ല, ഫുഡില്ല, ഒരു സാധനവും കൊടുക്കണില്ല. ഇവിടെ എന്താണ്, ബെഡ് പോലും ഇല്ല, ഒന്ന് കിടക്കാൻ ബെഡ് പോലും ഇല്ല. അപ്പോൾ എന്താണ്, ഷി ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹേർത്ത്. ഹേർത്ത് എന്ന് പറഞ്ഞാൽ അടപ്പാണ്, എമംഗ് ദ സിൻഡേഴ്സ്. ഈ കത്തിക്കഴിയാത്ത ഈ അടപ്പിൻ്റെ അടുത്താണ് സിൻഡ്രല്ല കിടക്കുന്നത്. ഷി ഓൾവേസ് ലുക്ക് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. നമുക്കറിയാം, ഒരു അടപ്പിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരാളെപ്പോഴും ഭയങ്കര പൊടിയും എപ്പോഴും അഴുക്കായിരിക്കും. ആസ് ഷീ സ്ലെപ്റ്റ് നിയർ ദ സിൻഡേഴ്സ് അല്ലേ, അതിൻ്റെ അടുത്ത് കിടക്കണോണ്ടിട്ട് തന്നെ എപ്പോഴും അഴുക്കും പൊടിയായിരിക്കും. ഒരു അടപ്പിൻ്റെ അടുത്ത് പോയി തൊട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ കരിയാവും അല്ലേ. സോ ദേ നെയിംഡ് ഹർ സിൻഡ്രല്ല. അതുകൊണ്ട് അവർ അവളെ സിൻഡ്രല്ല എന്ന് വിളിച്ചു. സിൻഡ്രല്ല എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഷീ സ്ലെപ്റ്റ് നിയർ ദ ഹേർത്ത് നിയർ ദ സിൻഡേഴ്സ്, ബൈ ദ സിൻഡേഴ്സ്. ദാറ്റ് ഈസ് വൈ ഷീ വാസ് കോൾഡ് സിൻഡ്രല്ല. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി കഥ മുന്നോട്ട് തന്നെ പോവല്ലേ, നമുക്ക് നോക്കാം. ദ മാജിക് ബിഗിൻസ്. അപ്പോൾ ഇനി കഥക്ക് ഒരു സബ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത് ദ മാജിക് ബിഗിൻസ് എന്നാണ്. One day the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. അപ്പോൾ എന്താണ്, ഒരു ദിവസം ആ നാട്ടിലെ ഈ രാജകുമാരന് ഒരു കാര്യം എന്താണ്, ആ നാട്ടിലുള്ള എല്ലാ യങ് ഗേൾസ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ അല്ലേ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ, യൗവനമായിട്ടുള്ള കൗമാരം ആ ഒരു ടൈമിലുള്ള പെൺകുട്ടികളെയൊക്കെ വിളിച്ചിട്ട് എന്താണ്, ബോൾ, കിങ്ഡം ടു എ ബോൾ. ബോൾ എന്ന് പറഞ്ഞാൽ ഒരു നൃത്ത പരിപാടിയാണ്. ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് കപ്പിൾസ് ഒക്കെ ഡാൻസ് ചെയ്യണ ഒരു വലിയൊരു ഡാൻസ് പ്രോഗ്രാമാണത്. ഡാൻസ് നമ്മുടെ ഇവിടെയുള്ള ഡാൻസ് കോമ്പറ്റീഷൻ ഒന്നും അല്ല കേട്ടോ, എല്ലാവരും കപ്പിൾ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു ഡാൻസ് ഉണ്ടാവും, പിന്നെ പാർട്ടിയൊക്കെ ഉണ്ടാവും, അതാണ് ആ സ്ഥലം. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എ ബോൾ. പ്ലാനിങ് ടു ചൂസ്. അപ്പൊ എന്താണ് ഉദ്ദേശം, രാജകുമാരനാണ്, രാജകുമാരി വേണ്ടേ, അപ്പോൾ പ്രിൻസസിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ മിഡിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ നടുവിൽ നിന്ന് ആ ഒരു കുറെ പെൺകുട്ടികൾ വരുമല്ലോ, ആ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും തന്നെ വരും. കാരണം എന്താണ്, രാജകുമാരി ആവാനാണ് പോകുന്നത്. പ്രിൻസിന് ഇഷ്ടപ്പെടുന്ന ആള് രാജകുമാരിയാവും, രാജകുമാരന് ഇഷ്ടപ്പെടുന്ന ആളുടെ രാജകുമാരി ആകുമ്പോൾ അതിന് ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ, എല്ലാവരും പോകും അല്ലേ. Cinderella sisters were delighted on hearing this invitation. അപ്പോൾ സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സിനും സഹോദരിമാർക്കും ഇൻവിറ്റേഷൻ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവർ കാണാൻ സുന്ദരിയൊക്കെയാണ് അല്ലേ, ഭയങ്കര സുന്ദരിയാ. They selected the best gowns, they dressed their hairs. അപ്പോൾ അവരൊക്കെയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഉടുപ്പൊക്കെ എടുത്തിട്ടു, എന്നിട്ട് അവർ മുടിയൊക്കെ സെറ്റാക്കി. ബട്ട് they were not taking Cinderella with them. അവർ സിൻഡ്രല്ല അവരുടെ കൂടെ കൊണ്ടുപോകുന്നില്ലായിരുന്നു. You can go when beggars hold a ball, they told her. അപ്പോൾ എന്താണ് അവർ സിൻഡ്രലിനോട് പറയണത്, ഭിക്ഷക്കാര് ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണെന്ന്, ഈ നമ്മൾ കളിക്കണ ബോളല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബെഗേഴ്സ്, ഭിക്ഷക്കാര് ബോൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നിനക്ക് പോകാം എന്നാണ് അവർ പറയുന്നത്. Comb our hair, brush our shoes and make our buckles fast, we are going to the prince ball. എന്താണ് പറയുന്നത്, ഞങ്ങളുടെ മുടിയൊക്കെ കെട്ടിത്താ, ഞങ്ങളുടെ ഷൂസ് ഒക്കെ സെറ്റ് ചെയ്താ, ഞങ്ങൾക്ക് ബക്കിളൊക്കെ ഇട്ടതാ, ഞങ്ങള് പ്രിൻസിന്റെ ബോൾ ആ പ്രോഗ്രാമിന് വേണ്ടി പോകുകയാണെന്നാണ് പറയുന്നത്. When she heard this, Cinderella could not help crying, for she too liked to go to the party. അപ്പോൾ ഇത് കേട്ടപ്പോൾ സിൻഡ്രല്ലക്ക് ഭയങ്കര സങ്കടമായി അല്ലേ, നമുക്ക് വിഷമാവില്ലേ, നമ്മളെ കൊണ്ടുപോകാതെ നമ്മുടെ വീട്ടിൽ എല്ലാവരും പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവില്ലേ. അപ്പോൾ സിൻഡ്രല്ലക്കും സങ്കടമായി, പക്ഷെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, കരഞ്ഞു. കാരണം സിൻഡ്രല്ലക്കും പാർട്ടിക്ക് പോകണമെന്ന് ഉണ്ടായിരുന്നു. She begged her stepmother to take her alone. രണ്ടാം അമ്മനോട് കാല് പിടിച്ചു, എന്താണ് ബെഗ്ഡ്, യാചിച്ചു അല്ലേ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ പ്ലീസ് എന്ന് പറയില്ലേ നമ്മ. What? You Cinderella? In all your dust and dirt? You want to go to the ball? You have no dress and no shoes. You want to dance? എന്താ പറയണത്, എന്ത് നിനക്ക് പോണോ, ഡാൻസിന് പോണോ, അതോ ഇത്ര അഴുക്കും ചേറും ചെളിയും ഒക്കെ നിന്നുള്ള മേത്ത് നിനക്കൊരു നല്ല ഡ്രസ്സ് ഉണ്ടാ, നല്ല ഷൂസ് ഉണ്ടാ, എന്നിട്ട് നിനക്ക് ഡാൻസ് ചെയ്യണോ അല്ലേ. ലൈക്ക് ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മുടെ സിൻഡ്രല്ല അല്ലേ. ഇതെല്ലാം വേണ്ട എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതൊന്നും സിൻഡ്രല്ലക്ക് കൊടുക്കാത്തത് ഈ അമ്മ വന്നേ പിന്നെയാണ്. ഇപ്പൊ നമുക്ക് കഥയിൽ ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആദറിനോട് ചോദിക്കാമായിരുന്നു, ഈ കല്യാണം കഴിച്ച ശേഷം അച്ഛൻ എവിടെ പോയിരുന്നു അല്ലേ. കല്യാണം കഴിച്ച് രണ്ടാനമ്മനെ കൊണ്ടുവന്ന് കൊടുത്തേ പിന്നെ, അല്ലെങ്കിൽ രണ്ടാനമ്മ വീട്ടിൽ വന്ന പിന്നെ അച്ഛനെ കുറിച്ച് നമുക്ക് ഒരു മെൻഷനും ഇല്ല.
അച്ഛന് ഈ മോളുടെ കഷ്ടപ്പാടും ദുരിതമൊന്നും കാണാൻ ഉണ്ടായില്ലേ എന്നൊരു ചോദ്യമില്ലേ. പിന്നെ കഥകാരനാണ്, അയാൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് അയാൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും കഥയിൽ ചോദ്യമില്ല. അപ്പം നമുക്ക് ഇപ്പോൾ രണ്ടാനമ്മയോട് ഷൗട്ട് ചെയ്യണം, നിനക്കിതൊന്നുമില്ല, ഇത്ര അഴുക്കും ഇതും പൊടിയൊക്കെ പിടിച്ചിരിക്കണം, നീയാണോ ഡാൻസ് ബോളിന് വരാൻ പോണേന്നാണ് ചോദിക്കുന്നത്. She turned her back to Cinderella and hurriedly set out with her two proud daughters. എന്താണ് സിൻഡ്രല്ല പുറഞ്ഞിരിഞ്ഞത്, ദേഷ്യം കയറി, ഒരു നടത്തൊക്കെ നടക്കില്ലെന്നുമ്മ അതേപോലെ നടന്നിട്ട് പെട്ടെന്ന് ധൃതിക്ക് പോയി. എന്തിനാണ് എങ്ങോട്ടാ പോണേ? പ്രിൻസിന്റെ ബോളിന്റെ ആ പോർട്ടേക്ക് പോവാണ്. When Cinderella lost sight of them, she felt very sad. അപ്പൊ അവര് പോയി കഴിഞ്ഞു, അവരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ സിൻഡ്രല്ലക്ക് ഭയങ്കര വിഷമമായി. She started crying. എന്താണ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, ഭയങ്കര കരച്ചിലായി. Tears rolled down her cheeks. കണ്ണീരൊക്കെ ഉരുണ്ടിങ്ങനെ കവിളൊക്കെ, അത്രയും കരയുമ്പോഴാണല്ലോ ഇവിടം വരെ എത്തണേ അല്ലേ. She thought of her own mother. സ്വന്തം അമ്മനെ കുറിച്ച് ആലോചിച്ചു. If my mother had been alive, she would have sent me to the ball. എൻ്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെയും ആ പാർട്ടിക്ക് ബോളില് വിട്ടാനേ എന്നാണ് സിൻഡ്രല്ല ആലോചിക്കുന്നത്. Suddenly she heard a voice. You will certainly go to the ball. പെട്ടെന്ന് സിൻഡ്രല്ല ഒരു ശബ്ദം കേട്ടു. എന്തായിരുന്നു ശബ്ദം? നീ തീർച്ചയായിട്ടും ബോളിന് പോകും. ഐ എം യുവർ ഫെയറി ഗോഡ് മദർ. ഞാൻ നിന്റെ ഫെയറി ഗോഡ് മദർ ആണെന്ന്. സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട്. സിൻഡ്രല്ല ചുറ്റും നോക്കി. ഷി സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. അപ്പൊ സിൻഡ്രല്ല ചുറ്റും നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഒരു ഫെയറി, ഒരു മാലാക അല്ലെ, മാലാക വന്ന് അടുത്ത് നിൽപ്പുണ്ട്. എന്താണ്? ഐ ആം ദ ക്വീൻ ഓഫ് ദ ഫെയറീസ്, ഷീ സെഡ്. ഞാൻ ഫെയറീസിന്റെ ക്യൂൻ ആണ്. ഐ വിൽ സെൻഡ് യു ടു ദ ബോൾ. ഞാൻ നിന്നെ ബോളിന് സെൻഡ് ചെയ്യാം. വെൽ സെഡ് എ ഗോഡ് മദർ, ബി എ ഗുഡ് ഗേൾ ആൻഡ് ഐ വിൽ കൺട്രൈവ് ദാറ്റ് യു ഷാൽ ഗോ. എന്താണ്? നല്ല കുട്ടിയായിട്ടിരിക്കുക, ഞാൻ ഇതിന് നിന്നെ അവിടെ പോകാനുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാം. കൺട്രൈവ് എന്ന് പറയുമ്പോൾ ആസൂത്രണം ചെയ്യുക എന്നാണ് അർത്ഥം. She went with Cinderella into a chamber and told her, run into the garden and bring me a pumpkin. അപ്പൊ സിൻഡ്രല്ലയുടെ കൂടെ സിൻഡ്രല്ലയുടെ ചേംബർ, സിൻഡ്രല്ല കിടന്നിറങ്ങണ ആ സ്ഥലത്ത് പോയിട്ട് സിൻഡ്രലിനോട് പറഞ്ഞു, വേഗം തോട്ടത്തിലോട്ട് ഓടിപ്പോയിട്ട് ഒരു പംകിൻ കൊണ്ടുവരാൻ. പംകിൻ എന്താണെന്ന് അറിയാലോ, മത്തങ്ങ. Cinderella went immediately to gather the finest pumpkin she could get and brought it to godmother. അപ്പൊ വേഗം സിൻഡ്രല്ല പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് അവിടെ ആ തോട്ടത്തിലുള്ള ഏറ്റവും മികച്ച പംകിൻ സെലക്ട് ചെയ്തു ഗോഡ് മദറിന് എടുത്തുകൊണ്ടെന്ന് കൊടുത്തു. She could not imagine how this pumpkin could help her to go to the ball. സിൻഡ്രല്ലക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല, സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഈ പംകിൻ എങ്ങനെയാണ് സിൻഡ്രലിനെ ബോളിന് പോകാൻ സഹായിക്കുന്നത്. The fairy waved a magic wand over the pumpkin. എന്താണ് ഫെയറി ചെയ്യുന്നത്? ഫെയറി ഈ മാജിക് വാൻഡ്, മാന്ത്രിക വടി വീശി പംകിന് നേരെ. എന്ത് സംഭവിച്ചു നോക്കാം. എന്ത് സംഭവിച്ചു? ഇപ്പൊ ഒരു ആകാംക്ഷയൊക്കെ വന്നില്ലേ. സഡൻലി ദ പംകിൻ ചേഞ്ച്ഡ് ഇൻടു എ റെഡ് കോച്ച്. സഡൻലി പെട്ടെന്ന് പംകിൻ ഒരു റെഡ് കോച്ചായി. റെഡ് കോച്ച് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയാണത്, അതിൽ ഇരുന്ന് യാത്ര ചെയ്ത് പോകാം. അപ്പോൾ റെഡ് കോച്ചായി. Then the fairy said, you will travel in this coach to the palace. ഫെയറി എന്താ പറഞ്ഞത്? നീ ഈ വണ്ടിയിൽ കയറി പാലസിൽ പോകും, കൊട്ടാരത്തിൽ പോകും. But we must have horses to draw it. പക്ഷേ നമുക്കിത് ഓടിക്കാൻ ആര് വേണം? കുതിര വേണം. ഓക്കെ, കുതിര വേണം. There is a mouse trap in the backyard of your house. Bring it to me. എന്താണ്? നിന്റെ വീടിന്റെ ബാക്കിൽ ഒരു മൗസ് ട്രാപ്പ്, എലിനെ കെണി വെക്കാനുള്ള, അതാണ് മൗസ് ട്രാപ്പ്. എലിക്കെണി ഉണ്ട്, അത് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. Cinderella went out and brought the mouse trap. Cinderella പുറത്ത് പോയിട്ട് ആ മൗസ് ട്രാപ്പ് എടുത്തിട്ട് വന്നു. There were 6 mice in it. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6. മൗസ് സിംഗുലർ ആണ്, മൈസ് പ്ലൂറൽ ആണ്, അതാണ് 6 mice വന്നത്. The fairy waved the magic wand over it and all the mice were turned into 6 white horses. അപ്പോൾ ഫെയറി മാജിക് വാൻഡ് കൊണ്ട് വീശിയപ്പോൾ ആ 6 എലികളും ആരായി മാറി? 6 കുതിരകൾ, വെള്ള കുതിരകളായി മാറി. അപ്പൊ നമുക്കിപ്പം വണ്ടി കിട്ടി, പിന്നെ ആരെ കിട്ടി? ഹോഴ്സസ് കിട്ടി. 6 എണ്ണം കിട്ടി കേട്ടോ. Looking at the coach and the horses, the fairy said, now we have a coach to travel in and the 6 horses to draw it. എന്താണ്? ഇപ്പൊ നമുക്കൊരു വണ്ടിയുണ്ട്, അത് ഓടിക്കാൻ പറ്റിയ ആരുണ്ട്? 6 ഹോഴ്സസും ഉണ്ട് അല്ലെ, വെള്ള കുതിര 6 എണ്ണവും ഉണ്ട്. ഇനി ആര് വേണം നമുക്ക്? ബട്ട് വി ഹാവൻറ്റ് എനി ഫുട്മാൻ. നമുക്ക് ഫുട്മാൻ ആരും ഇല്ലെന്ന്. ഫുട്മാൻ എന്ന് വെച്ചാൽ ആരാന്നറിയോ? ഈ ഡോറൊക്കെ, ഈ വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു ഡോറൊക്കെ ഉണ്ടാവും. ആ വണ്ടി തുറന്നു കൊടുക്കാനും ഒരു സ്പെഷ്യൽ യൂണിഫോം ഇട്ട് ധരിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫുട്മാൻ എന്ന് വിളിക്കുന്നത്. ഈ രാജകുമാരി അവർക്കൊക്കെ അങ്ങനെ ഒരു ഫുട്മാൻ ഉണ്ടാവും. Go again into the garden and you will find 6 lizards behind the watering point. എന്താണ്?
ഇനിയും ഗാർഡ് തോട്ടത്തിലോട്ട് പോവുക. എന്നിട്ട് വാട്ടറിംഗ് പോട്ടിന്റെ ബാക്കിലായിട്ട് നിനക്ക് എന്ത് കാണാൻ പറ്റും? 6 ലിസാർഡ്സ് എന്താണ്? പല്ലി. 6 പല്ലിനെ കാണാൻ പറ്റും. ബ്രിങ് ദം, അതിനെ കൊണ്ടുവരാൻ പറയും. When Cinderella brought the lizards, the fairy changed went to foot. അപ്പൊ എന്താണ്? സിൻഡ്രല്ല അത് കൊണ്ടെന്ന് പറയുമ്പോ ഫുട്മാൻ, ആ ലിസാർഡ്സിനെ ഫെയറി മാജിക് വാൻഡ് വീശി എന്താക്കി? ഫുട്മാൻ ആക്കി അല്ലേ? ലിസാർഡ്സ് ഫുട്മാൻ ആയി. അപ്പൊ ഇപ്പൊ എന്തൊക്കെ മാറി? പംകിൻ കോച്ചായി അല്ലെ? പംകിൻ കോച്ചായി. മൈസ്, 6 മൈസ്, 6 വൈറ്റ് ഹോഴ്സസ് ആയി. പിന്നെ എന്താണ്? 6 ലിസാർഡ്സ് എന്തായി? 6 ലിസാർഡ്സ് ആയത് എന്തായിരുന്നു? ഫുട്മാൻ. The footman bowed at her. They wore blue and yellow clothes. അപ്പൊ ഫുട്മാൻ സിൻഡ്രല്ല കണ്ട് ഇങ്ങനെ കുമ്പിട്ടു. അവര് ബ്ലൂ ആൻഡ് യെല്ലോ ഡ്രസ്സസ് ആണ് ധരിച്ചിരുന്നത്. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. സിൻഡ്രല്ലക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹർ ക്ലോത്ത്സ്. പക്ഷെ സിൻഡ്രല്ലയുടെ ഉടുപ്പ് നോക്കിയപ്പോൾ ഭയങ്കര വിഷമമായി. ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാഗ്സ് ഷീ സെഡ്. പക്ഷെ എനിക്ക് കീറിയ പഴകിയ തുണിക്കഷ്ണങ്ങൾ, അതാണ് സിൻഡ്രല്ല റാഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഞാൻ കൊട്ടാരത്തിലോട്ട് പോവുക എന്ന് സിൻഡ്രല്ല ചോദിക്കും. ഐ വിൽ ഗിവ് എ വണ്ടർഫുൾ ക്ലോത്ത്സ് ദി ഫെയറി സെഡ്. അപ്പോൾക്കും ഫെയറി പറഞ്ഞു, ഞാൻ നിനക്ക് മനോഹരമായ വസ്ത്രം തരാം. ദി ഫെയറി ടച്ച് സിൻഡ്രല്ല വിത്ത് എ മാജിക് വാൻഡ്. ഇവിടെ ഫെയറി ടച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഫെയറി എന്തായും ടച്ച് ചെയ്തപ്പോൾ എന്ത് പറ്റി? സിൻഡ്രല്ല ഡ്രസ്സൊക്കെ എന്തായി? ഹർ റാഗ്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ്. നമുക്കിവിടെ കാണാം ആ ചേഞ്ച് കണ്ടോ? Her rags changed into beautiful clothes of silk and gold. There were diamonds in her hair and she wore 2 pretty glass shoes. അപ്പം നല്ല സ്വർണ്ണ കളറും വെള്ളി കളറും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഡ്രസ്സായി, ബ്യൂട്ടിഫുൾ ഡ്രസ്സായി സിൻഡ്രല്ലയുടെ റാഗ്സ്. അതിനുശേഷം മുടിയിൽ ഡയമണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു? 2 ഗ്ലാസ് പ്രിറ്റി ഗ്ലാസ് ഷൂസ് ആയിരുന്നു സിൻഡ്രല്ല ഉടുത്തിരുന്നത്. Then the fairy said, you can go to the ball now. എന്താ പറയുന്നത്? You can go to the ball now. നിനക്കിപ്പോൾ ബോളിന് പോവാം. But remember, the magic ends at 12 o'clock. പക്ഷെ ഒരു കാര്യം ഓർക്കുക. എന്താണ് ഓർക്കേണ്ടത്? ഈ മാജിക് 12 മണിയാകുമ്പോൾ തീരും. You must return home before that time. നീ അതിനു മുമ്പ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം എന്നാണ് ഫെയറി ഓർമ്മിപ്പിക്കുന്നത്. സോ ദർ ഇസ് എ വാർണിംഗ് അല്ലേ? അതിലൊരു വാർണിംഗ് ഉണ്ട്. ഈ മാജിക് 12 മണിയാകുമ്പോൾ തീർന്നു പോകും, അതിനു മുമ്പ് വീട്ടിൽ വരണം. അപ്പൊ ഒരു സബ് ഡിവിഷൻ ഉണ്ട് നിങ്ങളുടെ ഇതിൽ. അപ്പൊ ഒരു സബ് ഹെഡിങ് ഉണ്ട്, ദ ബോൾ. അപ്പൊ ഓൾറെഡി ബോളിന്റെ മീനിങ് നമുക്ക് അറിയാലോ. അപ്പൊ നമുക്ക് നോക്കാം ബോൾ എന്താന്ന്. സിൻഡ്രല്ല വെന്റ് ടു ദ ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. അപ്പൊ സിൻഡ്രല്ല ബോളിൽ പോവാണ്, നല്ല അതിമനോഹരമായ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഷി റോഡ് ഇൻ ദ റെഡ് കോച്ച്. എങ്ങനെയാണ്? റെഡ് കോച്ച് കിട്ടിയില്ലേ? റെഡ് കോച്ചിലാണ് പോയത്. റൈഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോഡ്. 6 footmen വെയിറ്റഡ് ഓൺ ഹർ. 6 footmen ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര പ്രൗഡിയൊക്കെ അല്ലേ? ഒരു 6 footmen ആണുള്ളത്. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. ബോൾ റൂമിൽ വന്നപ്പോൾ എന്താണ്? ഒരു രാജകുമാരിയെ പോലെ തോന്നിച്ചു. നത്തിങ് വാസ് ദെൻ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ്. ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ശബ്ദങ്ങൾ കേൾക്കായിരുന്നു. എന്തായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് എന്ന് മാത്രമാണ് കേൾക്കാൻ പറ്റിയിരുന്നത്. ദ പ്രിൻസ് നോട്ടീസ്ഡ് ഹർ അറ്റ് വൺസ്. പ്രിൻസിനെ അപ്പം തന്നെ ശ്രദ്ധിച്ചു. പ്രിൻസ് സിൻഡ്രല്ല കണ്ടപ്പോൾ ബാക്കി എല്ലാവരെയും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന പ്രിൻസ് അപ്പം തന്നെ ആരെയാണ് ശ്രദ്ധിക്കുന്നത്? സിൻഡ്രല്ലയാണ് ശ്രദ്ധിക്കുന്നത്. ഹി ഡാൻസ് ഉള്ളി വിത്ത് ഹർ. രാജകുമാരൻ ആരെ കൂടെ മാത്രമാണ് ഡാൻസ് ചെയ്തത്? സിൻഡ്രല്ലിനെ കൂടി. അത്രയും അതിമനോഹരമായ ഒരു രാജകുമാരനെ പോലെ ഒരു പെൺകുട്ടി വന്നേക്കുമ്പോൾ രാജകുമാരൻ പിന്നെ വേറെ ആരെടുത്തെങ്കിലും പോവോ? ഇവിടെയൊക്കെ എന്തായാലും നമുക്കറിയാം ബ്യൂട്ടി ഒരു വലിയൊരു ഘടകമാണ് ഇവിടെ കേട്ടോ. ഈ സ്റ്റോറിയിലാണ് ഞാൻ പറയുന്നത്. ഹിസ് സിസ്റ്റേഴ്സ് വെർ നൗ ജലസ് ഓഫ് സിസ്റ്റേഴ്സിന് എന്താണ്? സഹോദരിമാർക്ക് അസൂയ തോന്നി. ജലസ് എന്ന് പറയുമ്പോൾ അസൂയ തോന്നി. ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. അവർ പക്ഷേ ഒരു സിൻഡ്രല്ല തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞില്ല. ഷി വെന്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. ഡാൻസ് കളിച്ച് സമയം മറന്നു. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. അപ്പോഴാണ് ക്ലോക്ക് 12 അടിക്കാൻ, സ്ട്രൈക്ക് എന്നാണ് 12 അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. 12 അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും ഈ കഥയിലെ ക്ലോക്ക് 12 ആകുമ്പോൾ 12 പ്രാവശ്യം അടിക്കും. 1 2 3 അങ്ങനെ 12 പ്രാവശ്യം അടിക്കുന്ന ക്ലോക്കാണ്. ചില ക്ലോക്ക് വീട്ടിലൊക്കെ അങ്ങനത്തെ ക്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. അപ്പോഴാണ് സിൻഡ്രല്ലക്ക് ഫെയറി പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. എന്തായിരുന്നു ഫെയറി പറഞ്ഞ കാര്യം? എന്തായിരുന്നു? 12 മണിക്കുള്ളിൽ വീട്ടിൽ കയറിക്കൊള്ളണം, അല്ലാന്നുണ്ടെങ്കിൽ മാജിക് അവസാനിച്ച് കഴിയും. അപ്പൊ എന്തായിരിക്കും? സിൻഡ്രല്ല നല്ല ബ്യൂട്ടിഫുൾ സിൻഡ്രല്ല എങ്ങനെയാകും?
മറ്റേ കീറിയ പഴകിയ തുണികളൊക്കെ ഇട്ടാൽ സിൻഡ്രല്ല ആവും അല്ലേ. ബാക്കി എല്ലാവരും അതുപോലെ കുതിര മാറും, എല്ലാവരും മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷി ബോട്ട് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദ ബോൾറൂം. അപ്പൊ രാജകുമാരനെ ഇങ്ങനെ കുമ്പിട്ട്. സോ ദാറ്റ് ഈസ് എ കൾച്ചർ അല്ലെ, അവിടെ ഉള്ള ഒരു കൾച്ചറും കസ്റ്റമാണത് ഇങ്ങനെ കുമ്പിടുക എന്ന് പറയുന്നത്. നമ്മളിവിടെ ചിലവർ ഷേക്ക് ഹാൻഡ് കൊടുക്കും, ചിലവർ സ്തുതി കൊടുക്കും, അങ്ങനെയുള്ള ഒരു കൾച്ചർ പോലെ മുസ്ലിംസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും അല്ലേ. അപ്പൊ അതൊരു കൾച്ചറാണ്. അവിടെ ഇങ്ങനെ ബോ ചെയ്യുള്ളൂ, അവിടെ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ബോ ചെയ്യും. അപ്പൊ അതൊരു കൾച്ചറാണ് അവരവിടെ ചെയ്യുന്നത്. സോ രാജകുമാരനെ കുമ്പിട്ടിട്ട് വണങ്ങി. അതൊരു വലിയൊരു റെസ്പെക്റ്റഡ് പൊസിഷൻ അല്ലേ രാജകുമാരൻ എന്ന് പറയുമ്പോൾ അല്ലേ. ആണ് കിങ്ങിന്റെ അണ്ടറിലുള്ള ആളല്ലേ പ്രിൻസ് എന്ന് പറയണം. സോ കുമ്പിട്ടിട്ട് സിൻഡ്രല്ല അവിടെ നിന്ന് ഓടിപ്പോയി. Arriving home, she ran to seek out her godmother to tell everything that had happened at the ball. അപ്പോൾ പെട്ടെന്ന് വീട്ടിലെത്തിയപ്പോൾ സിൻഡ്രല്ല ഗോഡ് മദറിനെ അന്വേഷിച്ചു. എല്ലാ കാര്യങ്ങളും ബോൾ റൂമിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധമായി പറഞ്ഞു. She said that she heartily wished she could go to the ball the next day as well because the prince had invited her. രാജകുമാരൻ വിളിച്ചിരിക്കണോണ്ട് പിറ്റേ ദിവസവും അവിടെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് സിൻഡ്രല്ല ഗോഡ് മദറിനോട് പറയുന്നത്. Then her two sisters knocked at the door. Cinderella ran and opened the door. അപ്പോഴാണ് രണ്ട് സിസ്റ്റേഴ്സ് അവർ തിരിച്ചു വന്നല്ലോ, അവർ വാതിലിൽ കൊട്ടണയിട്ടു. സിൻഡ്രല്ല ഓടിപ്പോയിട്ട് വാതിൽ തുറന്നു. You stayed such a long time, she cried, gasping, rubbing her eyes and stretching herself as if she had been sleeping. ഓ, നിങ്ങൾ കുറേ സമയം എടുത്തല്ലോ വരാൻ. ആരാ ചെയ്യണേ? സിൻഡ്രല്ല എന്താ പറയണ. എന്നിട്ട് കണ്ണൊക്കെ തിരുമ്മി ഉറക്കത്തിൽ നേറ്റ പോലെ ഒരു അപ്പിയറൻസ് സിൻഡ്രല്ല ഉണ്ടാക്കി. ഗ്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു തുറക്കുക. റബ്ബിങ് ഹർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹർ സെൽഫ്. ഇങ്ങനെ ഉറക്കത്തിൽ നിനക്ക് ഇങ്ങനെ കാണിക്കില്ലേ, അതുപോലെ അല്ലേ. If you had been at the ball, said one of her sisters, you would not have been tired with it. എന്താണ്, നീ ബോളിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും ക്ഷീണമൊന്നും ഉണ്ടാവില്ലായിരുന്നു. The finest princess was there, the most beautiful that mortal eyes have ever seen. എന്താണ് പറഞ്ഞത്? ഏറ്റവും മനോഹരയായ പ്രിൻസസ് രാജകുമാരി ബോളിൽ ഉണ്ടായിരുന്നു. അത് കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും അതിമനോഹരയായ പ്രിൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറെന്റ് ടു വാട്ട് ഇസ് ഇറ്റ്. ഓ, സിൻഡ്രല്ല അവർ പറയാൻ എന്നോട് വലിയ താല്പര്യമില്ല. ഇൻഡിഫറെന്റ് എന്ന് വെച്ചാൽ താല്പര്യമില്ലായ്മ കാണിച്ചു. ഓ, എന്ത് എന്നുള്ളത് അല്ലേ, അങ്ങനെ കാണിച്ചു. Indeed, she asked them the name of the princess, but they told her that they did not know. പക്ഷേ സിൻഡ്രല്ല വേറെ കാര്യം ചോദിച്ചു, ആ രാജകുമാരിയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഓ, പേര് അറിയില്ല എന്ന് പറഞ്ഞു. Cinderella smiling replied, she must then be very beautiful indeed. How happy you have been. അല്ലേ. അപ്പൊ എന്താണ്, സിൻഡ്രല്ല ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഓ, അങ്ങനെ ആകുമ്പോൾ ലൈക്ക് പേര് പോലും അറിയാൻ പാടില്ലാത്ത അത്രയും അടുപ്പം കാണിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പം അതിമനോഹരമായിരിക്കും കാണാൻ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായല്ലേ. പിന്നെ എന്താണ് സിൻഡ്രല്ല പറയണത് നോക്കാം. Could not I see her? എനിക്ക് അവളെ കാണാൻ പറ്റുമോ? Ah, dear sister, do lend me your yellow dress which you wear every day. നിങ്ങൾ എല്ലാ സിസ്റ്ററിനോട് ചോദിക്കുവാണ്, സിസ്റ്റർ എല്ലാ ദിവസവും ആ യെല്ലോ ഡ്രസ് ഇല്ലേ, ആ യെല്ലോ ഡ്രസ് എനിക്ക് ഒരു ദിവസം തരുമോ ചോദിക്കാൻ. യെസ്, ടു ബി ഷുവർ, ക്രൈഡ് എ സിസ്റ്റർ. എന്താണ്, പിന്നെന്താ, തരാലോ എന്ന് സിസ്റ്റർ ഒച്ചത്തിൽ പറഞ്ഞു. ലെൻഡ് മൈ ക്ലോസ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെച്ച് ആസ് യു ആർ. എന്താ പറയണ, നിനക്കാണോ തരണ്ടേ? ഇത്രയും കൂറ വൃത്തിയില്ലാണ്ട് നടക്കുന്ന നിനക്കാണോ ഞാൻ ഡ്രസ്സ് തരണ്ടേ എന്ന് ചോദിച്ചിട്ടു. ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. എന്താണ് അത് ചെയ്യാൻ ഞാൻ അത്ര വലിയ വിഡ്ഢിയാണോ എന്ന് ചോദിക്കുന്നത്. ദ എൻറ്റയർ ഫാമിലി ബേഴ്സ്റ്റ് ഇൻ ടു ലാഫ്റ്റർ. അപ്പോൾ അവർ മൂന്നുപേരും, എൻറ്റയർ ഫാമിലി എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടിയിരുന്നു കളിയാക്കി ചിരിച്ചു സിൻഡ്രല്ലാണ്. The next day, the two sisters were at the ball and so was Cinderella, dressed even more magnificently than before. അപ്പോൾ പിറ്റേ ദിവസം രണ്ട് സിസ്റ്റേഴ്സും ബോൾ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സിൻഡ്രല്ലയും എത്തിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തിനേക്കാൾ അതിമനോഹരയായിട്ടാണ് സിൻഡ്രല്ല ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത്. The prince was always by her side and never ceased to give his compliments and kind words to her. എന്താണ്, പ്രിൻസ് ആണെങ്കിൽ സിൻഡ്രല്ല കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏത് നേരവും സിൻഡ്രല്ല നെവർ സീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്ഡ് ആണ്. സീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. സിൻഡ്രലിനോട് നല്ല നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ പറയാൻ ഒരിക്കലും നിർത്താതെ നല്ല കരുണയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് കൂടെ തന്നെ ഉണ്ടായിരുന്നു ആര്, രാജകുമാരൻ. സിൻഡ്രല്ല forgot about the time. സിൻഡ്രല്ല സമയത്തിനെ കുറിച്ച് മറന്നുപോയി. She thought it was no later than 11 when she counted the clock striking 12. സിൻഡ്രല്ല എന്താ വിചാരിച്ചത്, 11 മണിയൊക്കെ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ക്ലോക്ക് 12 സ്ട്രൈക്ക് ചെയ്തത്. She jumped up and fled as nimble as a deer. എന്താണ്, പെട്ടെന്ന് ചാടി പറന്നു എന്നൊക്കെ പറയുന്നത്. As nimble as a deer എന്ന് വെച്ചാൽ
ഒരു മാനിന്റെ വേഗത കണ്ടിട്ടുണ്ടോ? നിമ്പിൾ എന്ന് പറയുമ്പോൾ മാൻ ഓടുന്ന ഓട്ടത്തിനെ പറയുന്നതാണ്. അപ്പം മാനിന്റെ വേഗതയോടുകൂടി അത്രയും വേഗതയോടുകൂടി അവിടെ നിന്ന് ഓടി. ഇൻ ഓർ ഹറി, ധൃതി പിടിച്ചല്ലേ പോകുന്നേ. ഷി ലെഫ്റ്റ് വൺ ഓഫ് എ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം. അപ്പോൾ പെട്ടെന്ന് ഓടിയത് കൊണ്ടിട്ട് ഒരു ഗ്ലാസ് ഷൂസ് ബോൾ റൂമിലായി പോയി. കാരണം ധൃതി പിടിച്ചുകൊണ്ട് വേണം. 12 മണി അടിച്ചുകൊണ്ട് അടിക്കാൻ പോണു. 11 കഴിഞ്ഞു. അപ്പോഴാണ് ഓർമ്മ വന്നത് 11 അല്ല, ഇനി 12 അടിക്കാൻ പോണെന്ന്. പിന്നെയും വണ്ടി അടിക്കാൻ പോകണം നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴാണ് സിൻഡ്രല്ലക്ക് ഓർമ്മ വന്നത് 12 ആകാൻ പോണത്. അപ്പോൾ ഷൂസൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് സിൻഡ്രല്ല പോയി. ഷൂസ് ഇപ്പൊ വേറെ എന്തെങ്കിലും ആയ കുഴപ്പമില്ലല്ലോ, സിൻഡ്രല്ല ആ രൂപത്തിൽ കാണണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സിൻഡ്രല്ല അവിടെ നിന്ന് ഓടുകയാണ്. As she reached the coach, she heard the last ding dong. കോച്ചിന്റെ അടുത്ത് എത്തിയപ്പോൾ ലാസ്റ്റ് ഡിങ് ഡോങ് കേട്ടു. 12ാമത്തെ മണി കേട്ടു. Suddenly the coach became a pumpkin. ആരാണ്? കോച്ച് പംകിനായി. Horse turned into mice and the footman into the green lizard. ഹോസ് എന്തായി? മൈസായി. പിന്നെയും എലിയായി. ഫുട്മാൻ ആണെങ്കിലോ ഗ്രീൻ ലിസാർഡ്സ് ആയി. ഫുട്മാൻ ആണെങ്കിലും പല്ലിയായി. Her clothes became the old rags again. എന്താണ്? ക്ലോത്ത്സ് ഒക്കെ വീണ്ടും പഴകിയ കീറിയ അതായി. But the one shoe on a foot was unchanged. പക്ഷെ ഒരു കാലില് ഒരു ഷൂ മാത്രം ഒരു മാറ്റവും സംഭവിച്ചില്ല. ആ ഷൂസിന് മാറ്റം ഒരു സംഭവിച്ചില്ല കേട്ടോ. She reached home before her sisters arrived. സിസ്റ്റേഴ്സ് എത്തുന്നതിന് മുമ്പ് സിൻഡ്രല്ല വീട്ടിലെത്തി. So they did not know about her going to the ball. എന്തുകൊണ്ടാണ് എത്തിയത്? അപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ ബോളിൽ പോയിന്ന് സിൻഡ്രല്ല പോയിട്ടുണ്ടായിരുന്നു. അവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം എത്തിയത്. The search. The prince became very sad when Cinderella left him. എന്താണ്? പ്രിൻസിന്, രാജകുമാരന് ഭയങ്കര സങ്കടമായി. എന്താണ്? സിൻഡ്രല്ല പോയല്ലോ. His servants brought him the glass shoe that Cinderella had left in the room. അപ്പോൾ എന്താണ്? അവിടെ രാജകുമാരൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പരിചാരകരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവര് സിൻഡ്രല്ല ഉപേക്ഷിച്ച് പോയ ആ ഗ്ലാസ് ഷൂസ് രാജകുമാരന് കൊണ്ടുവന്ന് കൊടുത്തു. He wanted to find the beautiful girl who had danced with him. എന്താണ്? രാജകുമാരനോട് കളിച്ച ആ സുന്ദരിയായ പെൺകുട്ടിനെ കണ്ടുപിടിക്കണം എന്ന് രാജകുമാരന് ആഗ്രഹം തോന്നി. The next day he sent messengers to announce that the prince would visit every home to find out the lady. അപ്പോൾ പിറ്റേ ദിവസം രാജകുമാര് വിളംബരം നടത്തുകയാണ്. വിളംബരം നടത്തുക എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ വന്ന് വിളംബരം നടത്തുക. എന്താണ്? രാജകുമാരൻ ആ നാട്ടിലെ എല്ലാ വീടും സന്ദർശിക്കും. എന്തിനാണ്? ആ സുന്ദരിയായ പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടി. മനസ്സിലായല്ലോ? അപ്പൊ രാജകുമാരൻ ഇവിടെ അന്വേഷണം തുടങ്ങി കഴിഞ്ഞു രാജകുമാരനെ കണ്ടുപിടിക്കാനുള്ള. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ് അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാ രാജകുമാരൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് കണ്ടുപിടിക്കാൻ പോകണമെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദറിനും ഡോട്ടേഴ്സിനും ഭയങ്കര സന്തോഷമായി. The two step sisters were very glad because they had pretty feet. അവർക്ക് അതിമനോഹരമായ കാലുകൾ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി സുന്ദരികളാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. They put on their best clothes and waited for this prince. അപ്പോൾ അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പ്രിൻസിന്റെ വരവിനായി കാത്തിരുന്നു. But Cinderella did not have any good clothes. സിൻഡ്രല്ലക്ക് പക്ഷേ നല്ല ക്ലോത്ത്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാലോ, ഇവരൊന്നും കൊടുക്കൂലല്ലോ. The prince visited every house. അപ്പോൾ രാജകുമാരൻ ഓരോ വീടുകളും സന്ദർശിച്ചു, എല്ലാ വീടും സന്ദർശിച്ചു. He invited the girls to try on the shoe Cinderella had left in the ballroom. സിൻഡ്രല്ല ബോൾ റൂമിൽ ഉപേക്ഷിച്ച ആ ഷൂസ് എല്ലാവരെ കൊണ്ടും ഇടിച്ചു നോക്കി. The girls tried it on but it did not fit any one of them. ഗേൾസ് എല്ലാ പെൺകുട്ടികളും ഇട്ട് നോക്കിയെങ്കിലും ആർക്കും ആ ഷൂസ് ഫിറ്റ് ആയില്ല. Finally the prince reached Cinderella's house. അവസാനം പ്രിൻസ് എവിടെ എത്തി? സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി കേട്ടോ. The elder step sister went to her room to try on the shoe and her mother stood by. അപ്പോൾ മൂത്ത പെൺകുട്ടി ഷൂസ് എടുത്ത് റൂമിൽ പോയി ഇട്ടോ നോക്കുമ്പോൾ അമ്മ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. But she could not get a big toe into it for the shoe was too small. ആ ബിഗ് ടോ കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായിരുന്നു? ഷൂസ് ഭയങ്കര സ്മോൾ ആയിരുന്നു കൊണ്ടിട്ട്. Then her mother handed her a knife and said, cut the toe off. For when you are a queen, you will never have to go on foot. എന്താണ് പറഞ്ഞത്? അമ്മ കത്തി കൊടുത്തിട്ട് പറഞ്ഞു, ആ ടോ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞോളൂ. കാരണം നീ ഒരു ക്യൂൻ ആയി കഴിഞ്ഞാൽ നിനക്കൊരിക്കലും കാലിന്റെ ആവശ്യം വരുന്നില്ല. So the girl cut off her toe, squeezed her foot into the shoe. എന്താണ്? ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞെക്കി കാല് ഉള്ളിലോട്ട് കെട്ടി. She concealed her pain and went down to the prince. വേദനയൊക്കെ കടിച്ചമർത്തി രാജകുമാരന്റെ അടുത്തോട്ട് പോയി. The prince looked at her shoe and saw blood flowing under it. ഷൂസിൽ നോക്കി, രാജകുമാരൻ ഷൂസിൽ നോക്കി. കാരണം ഇതൊരു ഗ്ലാസ് ഷൂസ് അല്ലേ, അപ്പൊ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ബ്ലഡ് ഫ്ലോ ചെയ്യണ കണ്ടു. Then the other sister tried the shoe. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സിസ്റ്റർ ട്രൈ ചെയ്തു.
ഷി വെന്റ് ഇൻ ടു യുവർ റൂം ടു ഡു സോ. എന്താണ് മൂത്ത ആള് ചെയ്ത പോലെ തന്നെ ഇളയാളും പോയി. ഷി എന്താണ് ഗോഡ് ഹർ ടോസ് കംഫോർട്ടബിളി. എന്താണ് കാലിന്റെ ടോസ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ ഫിംഗേഴ്സിന് പറയുന്ന പേരാണ്. കാലിലെ ആകുമ്പോൾ നമ്മൾ ഫിംഗേഴ്സ് എന്ന് പറയില്ല, ടോസ് എന്ന് പറയും. അപ്പോൾ ടോസ് അകത്തോട്ട് കയറി, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് ഹീല്, അതായത് ഉപ്പുറ്റിയുടെ ഭാഗം കുറച്ച് പുറത്ത് കയറിയില്ല. ഹീൽ വാസ് ടു ലാർജ്. ദെൻ her mother handed her a knife. Say, cut a piece of your heel. When you are the queen, you will not ever have to go on foot. എന്താണ്, നീ നിന്റെ കാലിന്റെ ഹീലിന്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് തന്നു, രാജ്ഞി ആയിക്കഴിഞ്ഞാൽ നിനക്ക് നടക്കേണ്ട ആവശ്യം വരില്ല എന്ന് പറഞ്ഞു. So the girl cut off a piece of her heel and thrust her foot into the shoe. എന്താണ്, ഹീലൊക്കെ വെട്ടി ഷൂസിന്റെ ഉള്ളിൽ കയറ്റി. The prince looked at her feet and became more angry and shouted. രാജകുമാരൻ ദേഷ്യം വന്നു. രാജകുമാരൻ എന്താ പറഞ്ഞേ? There is blood on your shoe. The shoe is too small. നിന്റെ ഷൂസിൽ ബ്ലഡ് ഉണ്ട്. ഷൂ ഇസ് ടു സ്മോൾ. ഈ ഷൂസ് ഭയങ്കര ചെറുതുമാണ്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. നീ ശരിയായ മണവാട്ടി അല്ല, അല്ലെങ്കിൽ ശരിയായ രാജകുമാരി അല്ല എന്ന് പറഞ്ഞു. Then Cinderella came forward and said, let me try it. സിൻഡ്രല്ല മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. Her sisters laughed at her. ആ സിസ്റ്റേഴ്സ് ഒക്കെ കളിയാക്കി ചിരിച്ചു. Clear out of here. അവർ ഷൗട്ട് ചെയ്യുക, നീ ഇവിടുന്ന് പോകൂ. How dare you come in here in this dirty rags, you ugly creature, they said. അവരെന്താ പറയുന്നത്? എന്ത് ധൈര്യം വന്നു നിനക്ക് ഈ ഇത്രയും മോശപ്പെട്ട വേഷത്തിൽ എല്ലാവരുടെ മുമ്പിലോട്ട് വരാൻ? നീ അകത്തോട്ട് പോകൂ എന്നാണ് പറയുന്നത്. But the prince asked her to try the shoe. പക്ഷെ രാജകുമാരൻ പറഞ്ഞു, നീ ഷൂസ് ട്രൈ ചെയ്ത് നോക്ക്. I have seen you somewhere, but I cannot remember where, he said. ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് നിന്നെ എവിടെയാ കണ്ടേന്ന് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് രാജകുമാരൻ പറഞ്ഞു. Cinderella put her left foot into the shoe and it fitted perfectly. എന്താണ്, സിൻഡ്രല്ല ലെഫ്റ്റ് ഫുട്ട് ഇട്ട് അത് കറക്റ്റ് ആയിട്ട് ഫിറ്റായി. Everybody was astonished. എല്ലാവർക്കും ആശ്ചര്യമായി. She then pulled out the other shoe from a pocket and put it on her right foot. അപ്പോൾക്കും സിൻഡ്രല്ലയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ വേറൊരു ഷൂസ്, അത് സിൻഡ്രല്ല റൈറ്റ് ഫുട്ടിലിട്ടു. Just then the fairy appeared and touched her with the magic wand. അപ്പോൾക്കും ഫെയറി വന്ന് മാജിക് വാൻഡ് കൊണ്ട് സിൻഡ്രല്ലിനെ സ്പർശിച്ചു. In a moment her rags had changed into clothes of silk and gold. ഒരു ഞൊടിയിട കൊണ്ട്, അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ ആ പഴയ കീറിയ ഡ്രസ്സൊക്കെ മാറി നല്ല മനോഹരമായ ഡ്രസ്സായി, ഗോൾഡും സിൽക്കും കൊണ്ടുള്ള. The prince danced with joy and cried, this is the right bride. എന്താണ് പറയണത്? പ്രിൻസിന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ ശരിയായ വധു. The shoes are fit for her. ഈ ഷൂസ് ഫിറ്റാണ്. She is a right bride after all. അവൾ തന്നെയാണ് ഏറ്റവും യോജിച്ച വധു എന്ന് പറയുന്നത്. He said to Cinderella, you are the most beautiful girl in the country. എന്താണ് പറയുന്നത്? സിൻഡ്രല്ലയോട് പറയുന്നു, നീയാണ് ഈ രാജ്യത്തിലെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടി. I will make you my bride. ഞാൻ നിന്നെ എൻ്റെ മണവാട്ടി ആക്കാം. The prince married and took her to the palace. പ്രിൻസ് സിൻഡ്രല്ലിനെ കല്യാണം കഴിച്ചു, കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോയി. Cinderella pardoned her sisters and took them to the palace. സിൻഡ്രല്ല സിസ്റ്റേഴ്സിനെ, സഹോദരിമാരോട് ക്ഷമിച്ചു, എന്നിട്ട് അവരെയും കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോയി. They lived there happily thereafter. അതിനുശേഷം അവരെല്ലാവരും കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. സോ നമ്മുടെ കഥ അവസാനിച്ചു. സിൻഡ്രല്ല എന്ന അതിമനോഹരമായ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ടു സിൻഡ്രല്ല അനുഭവിച്ചതും, ഒരു മാജിക് ഫെയറി വന്ന് സിൻഡ്രല്ല രക്ഷിക്കുന്നതും, രാജകുമാരൻ സിൻഡ്രല്ലയെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ അല്ലേ. എന്നിട്ട് അവസാനം എന്താണ്? ഹാപ്പിലി മാരീഡ് ലൈഫാണ്. അപ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ഉള്ള ഒരു ഗുഡ് സ്റ്റോറിയാണിത് അല്ലേ. നമുക്ക് ഇഷ്ടമല്ലേ കുറച്ച് മാജിക് ഒക്കെ, എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവാൻ. എന്തായാലും നമുക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി അടുത്ത ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം.